ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്നാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ് എന്നാണ് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒരു വിധത്തിൽ ശരിയല്ല. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ടോളറൻസ് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പോലീസ് സേനേനെ പോലെയാണ്. ആ പോലീസ് സേനയ്ക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഇല്ല എങ്കിൽ അത് ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരേപോലെ അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ വരും. അതേപോലെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അവസ്ഥയും. ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷന് കാരണമാകുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആകുകയും അത് നമ്മളുടെ കോശങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയും വരുന്നു. അതായത് സാക്കയിൽ ഓട്ടോഇമ്മ്യൂൺ ചികിത്സയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ അറ്റാക്ക്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറ്റാക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഈ ഓട്ടോഇമ്മ്യൂണിറ്റി ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്നത്, അതിനെ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യുന്ന, അതിനെ അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സാക്കയിലെ ഓട്ടോഇമ്മ്യൂൺ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം.